ഇതാണ്ട് നമ്മള് രാവിലെ ടെന്റ് മടക്കി. നല്ല വെയിലായി. ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുള്ളൂ രാവിലെ. ഞങ്ങളിതാ പുറത്തേക്ക് വണ്ടി എടുത്ത് ഞങ്ങളിത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിക്കണം. ഫ്രഷാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇവിടുത്തെ പുറത്തെ കാഴ്ച ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ലേ. ബീച്ചിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ, മറന്നുപോയി. എന്താണെങ്കിലും നമ്മൾ പോയിട്ട് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഞങ്ങളിതാ ഡെൽമ ഐലൻഡിൽ തിരിച്ചുള്ള ഫെറിക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ബുക്കിംഗിലോട്ട് ചെന്നപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്, അവരാദ്യം നമ്മുടെ കോണ്ടാക്റ്റും ഫോൺ നമ്പർ, മെയിൽ ID എല്ലാം മേടിച്ചു. ID എല്ലാം നോക്കി അവരിതാക്കി. പക്ഷെ അവർ ഓൺലൈനാണ് അവർ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ കാർഡ് നമ്പർ അവിടെ ക്യാഷ് എടുക്കത്തില്ല കേട്ടോ. ഇതാട്ടോ ഗൈസ് നമ്മുടെ ഇന്നലെ ക്യാമ്പ് ചെയ്ത ബീച്ച്. ഇത് കണ്ടോ, ഇതാണ് ബീച്ച്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയാലോ? എന്നാ വണ്ടി എടുക്കുക, അങ്ങോട്ടൊന്ന് പോകും, ഇതിലേക്കൂടെ പോക്കോ. ഗൈസ്, ഇന്നലെ നമ്മൾ ഇവിടെയാണ് കേട്ടോ ടെന്റ് ക്യാമ്പ് ചെയ്തത്. ഇവിടുത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതുണ്ടോ, കിടില സ്ഥലമാട്ടോ. ബീച്ച് ഏരിയ ആണേലും ഏതോ രസം എന്നറിയോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ബീച്ചിലെ കാഴ്ചകൾ. ഇങ്ങനെയാണ്, നമുക്കിവിടെ ഇറങ്ങാൻ പറ്റും, കുളിക്കാൻ പറ്റും, അടിപൊളിയാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. നമ്മൾ റെന്റ് ചെയ്ത വണ്ടി ഇതാണ്, G-Tour ആണ് ഗൈസ്. ഇത് കണ്ടോ, വലത്തെ സൈഡിൽ കടല്, ഇടത്തെ സൈഡിൽ മല. ഇതാണ് ഇവിടുത്തെ വ്യൂ. അവിടുത്തെ മല ഉണ്ടോ, കടൽ ഇറങ്ങിപ്പോയത് പോലെയല്ലേ? സത്യം കേട്ടോ, കടൽ ഇറങ്ങിപ്പോയ പോലത്തെ ഒരു പ്രതീതിയാണ് കേട്ടോ. അത് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഏതല്ല ആംഗിള്. ഇപ്പൊ കിടിലം ഫ്രെയിമാണ്. അവിടേക്ക് പോയി ഒന്ന് ഫോട്ടോ എടുത്താലോ? വെയിലാണ് കേട്ടോ, നല്ല ചൂടായിട്ടുണ്ട്. രാത്രി വലിയ ചൂടൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് സൂം ചെയ്ത് ഫോട്ടോ എടുത്തരാം. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റോഡും ഈ കാഴ്ചയും കണ്ടിട്ട് ഇത് UAE-ലുള്ള ഒരു സ്ഥലമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? പക്ഷെ സത്യം ഇതാണ്. ഇതാണ്ട് ഈ ട്രിപ്പിന് പോകുമ്പോൾ ഇത് ഇവിടെ ഒരു പാർക്ക് ചെയ്യാൻ റെസ്റ്റ് ഏരിയ പോലത്തെ ഇട്ടിട്ടുണ്ട്. ഗൈസ്, ഇവിടെ ഒരു കിടിലൻ കാഴ്ച ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിക്ക് വേറൊരു വീഡിയോ കാണിക്കാം കേട്ടോ. വണ്ടീൻ്റെ സൺറൂഫ് തുറന്നിട്ട് അവിടെ നിന്നുള്ള കുറച്ച് ഷോട്ട് കാണിച്ചു തരാവേ. ഹായ് ഗൈസ്, ഇതാ നമ്മളിതാ അവിടുന്ന് റെസ്റ്റിംഗ് ഏരിയന്ന് വണ്ടി എടുത്തു. മുമ്പോട്ട് വിൻമില്ല് ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മോനെ, ഏതാ കാഴ്ച എന്നറിയോ? റോഡിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് എൻ്റെ പ്രത്യേകത. 80 കിലോമീറ്റർ സ്പീഡ് കൊണ്ട് നമ്മൾ കൊണ്ട് ഒരു ക്യാമറ ഇല്ല. അതെ, ഇതുകൊണ്ടോ എന്തോരം വിൻമില്ല. 1 2 3 4 5 6 എണ്ണം കേട്ടോ. 6 വിൻമില്ലുണ്ട്. ഇതാണ് കാഴ്ച. ഇതാ ഇവിടെ റെസ്റ്റിംഗ് ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് കാഴ്ചയുടെ ഭംഗി. ആകാശം നല്ല നീല ആകാശം, കടലിന്റെ അറ്റം മാത്രം ഒരു പച്ച കളർ, അതായത് വെള്ളം കുറവുള്ള സ്ഥലം. സെന്ററിലേക്ക് നോക്കുമ്പോൾ നല്ല ബ്ലൂയിഷ് കളർ. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ നല്ല കട്ടയ്ക്ക് മരുഭൂമി. ആകാശത്തിനും കടലിനും ഒരേ കളർ. സത്യം, ഒരേപോലെ ഇരിക്കുന്നു. പക്ഷെ നമ്മുടെ കൂടെ ഇന്നലെ കുറെ പേര് ക്രൂയിസിനുണ്ടായിരുന്നു. പക്ഷെ ആരും കാണുന്നില്ല. ഇവരൊക്കെ എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന് അറിയില്ല. ഇതാണ്ട് ബീച്ചിന്റെ വ്യൂവിൽ നിന്നും അപ്പുറം 2 സൈഡും എണ്ണപ്പനയും കൊണ്ടുള്ള, എണ്ണപ്പനയല്ലത്, ഈന്തപ്പനയുടെ കാഴ്ചകളിലേക്ക്. ഇവിടെ നല്ല കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. റോഡൊക്കെ അടിപൊളിയാകൊണ്ടിരിക്കുകയാണ്. വീതി കൂട്ടി ഭാവിയിലേക്ക് ഇതായി വരും.
അതാണ്ട് വലിയൊരു റൗണ്ട് ബോട്ട് ആട്ടോ ഇത്. നമ്മളെന്താണ് സ്ട്രെയിറ്റ് തന്നെ അല്ലേ? എങ്ങോട്ടാണ് പോവാം? രക്ഷയില്ലാത്ത യാത്രയായതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പോവാം. പിന്നെ ഇന്നിവിടെ ഒരു എന്താ മ്യൂസിയം ഉണ്ട്. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. നമ്മള് ഫെറി ബുക്ക് ചെയ്തേക്കുന്നത് 12 മണീൻ്റെ ഫെറിയാണ്. അതേപോലെ മറ്റേ മ്യൂസിയം നമുക്ക് കേരളം ഫ്രീ ആണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഒക്കെ. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അത് ഓപ്പൺ ആവുള്ളൂ. ഗായ്സ്, ഇതാട്ടോ ഇവിടെ ഉള്ളവർക്ക് പിള്ളേർക്ക് പഠിക്കാനുള്ള സ്കൂൾ സെറ്റപ്പ് ഇവിടെയാണ്. ഇതാ സ്കൂൾ ബസ് കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ സ്കൂളാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ എവിടെയാണ് ഈ സ്കൂള്? ബസ് കുറെ കിടപ്പുണ്ട്. സ്കൂള് എവിടെയാന്ന് അറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല ബ്രോ, ഇവിടെ ഇല്ലടാ. ഇത് ബസ് നിർത്തിയിടുന്ന സ്ഥലമാണ്. ഞങ്ങൾ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇത് ബസ് നിർത്തിയിടുന്ന സ്ഥലം കേട്ടോ. സ്കൂള് ഇവിടെ അല്ല. അപ്പോ സ്കൂൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഇവിടെ? ഫസ്റ്റ് അബുദാബി ബാങ്ക്. ഇത് കണ്ടോ, ഇവിടെ ഫസ്റ്റ് അബുദാബി ബാങ്ക് ഉണ്ട്. അത് അഡ്കൂപ്പാ. നമ്മള് കറങ്ങി അവിടെ തന്നെ എത്തിയല്ലേ. ഇത് മൊത്തം നമുക്കൊരു 20 കിലോമീറ്റർ റൗണ്ടിലാണ് നമ്മൾ കറങ്ങുന്നത് കേട്ടോ. 20 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥലം മൊത്തം കണ്ടു തീർക്കാം. ഈ കാണുന്ന അഡ്കൂപ്പ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ആകെയുള്ള ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അത്യാവശ്യം സാധനങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതൊരു മോസ്കാണ്. അതിൻ്റെ മോസ്ക്, അതേപോലെ ഒരു പാർക്ക് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ ടെൻറ്റ് ക്യാമ്പിങ്ങിന് വരുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള സ്പേസ് ആണ് അത്. ഗൈസ്, ഇതാണ്ട് നമ്മൾ അടുത്തൊരു ക്യാമ്പിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് മറ്റേ ഇവർ ക്യാമ്പിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കൊരു ദിവസത്തേക്ക് ഇത് വേണമെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഊഞ്ഞാലുണ്ട്. ഇത് അബിനും നുബിനും ഇതാ ഡാൻസ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ വ്യൂ. ഇതാണ് ബീച്ച് വ്യൂ വരുന്നത്. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളിതാ ഫെറി കയറിയിട്ടുണ്ട് തിരിച്ചു പോകാൻ വേണ്ടി. ഇത് 12:30 അല്ലേ? 12 മണീൻ്റെ ഫെറിയാണ്. 12 മണിക്കാണ്. പിന്നെ നമ്മൾ 3:30 സാധനമാണ് നോക്കിയത്. ഇതാണ്ട് നമ്മുടെ ഫെറി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫെറി മൂവ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇത് ഫെറിയിലേക്ക് കയറുന്ന ഇറങ്ങുന്നതിന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അവിടെ പെർമിഷൻ ഇല്ല. അപ്പോൾ എന്താണേലും നമുക്കിതാ ഫെറി എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ അബുദാബിയിൽ എത്തിയിട്ട് നമുക്കിനി കാണാം. ഫെറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇനി നമുക്ക് ഇന്നിന് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ നിലവിൽ പ്ലാനൊന്നുമില്ല. നമ്മൾ വണ്ടിയിലെത്തുന്ന ഒരു 1.5 മണിക്കൂറുണ്ടല്ലോ, ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. എന്തായാലും നൈറ്റത്തേക്ക് തിരിച്ച് റൂമിലെത്തുന്ന രീതിയിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? അവിടെ എത്തിയിട്ടല്ലേ. ബൈ. ഈ വീഡിയോയിൽ കാണുന്നുണ്ടോ? ഇതാണ് ഇവിടെ ഷിപ്പിലേക്ക് കയറുന്നതും അതേപോലെ ഷിപ്പിൻ്റെ ഉൾഭാഗത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിനകത്ത് ഇവരിപ്പോൾ ഇൻസ്ട്രക്ഷൻ തരുന്നതാണ് കേട്ടോ. ജങ്കാറ് അടുത്തു. അതിൻ്റെ വണ്ടികൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എൻട്രൻസ്, അതല്ലെങ്കിൽ അതിനുള്ളൊരു പാത്ത്, അത് ഇപ്പോൾ താഴോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇതെല്ലാം വണ്ടികളാണ്. ഈ കാണുന്ന വണ്ടികളെല്ലാം ഈ ജങ്കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണം. വലിയൊരു ക്രൂയിസായത്. ഈ ക്രൂയിസിൽ നിന്ന് ഫുള്ള് സാധനം പുറത്തിറങ്ങും ഈ വണ്ടികളെല്ലാം. അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്കും പതുക്കെ പതുക്കെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ജങ്കാറ്. ഇതിൻ്റെ ക്രൂയിസിൻ്റെ ആ ഒരു എൻട്രൻസ് താഴേക്ക് പോകുന്നുണ്ടോ, മൂവ് ചെയ്യുന്നുണ്ടോ. ക്രൂയിസിൻ്റെ ഏകദേശം
എൻട്രൻസ് ഏകദേശം 50% നോർമൽ താഴേക്ക് വന്നു തുടങ്ങി. ഇതിന് ഫുള്ള് താഴ്ന്നു കഴിയുമ്പോൾ ഈ വണ്ടികളെല്ലാം 1 by 1 ആയിട്ട് ഇതിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങും. ഡെൽമ ഐലൻഡിൻ്റെ എൻട്രൻസിലേക്ക് ഇതിൻ്റെ വണ്ടികളുടെ ആ ഒരു എൻട്രൻസ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഡെൽമ എൻട്രൻസിലേക്കുള്ള ഐലൻഡിൻ്റെ എൻട്രൻസ് ഫുൾ ഓപ്പൺ ആയി കഴിഞ്ഞു. അതായത് നമ്മുടെ ആ ഒരു പാത്ത് ക്ലിയറായി. ഇനി വണ്ടികൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടികൾ ആദ്യം പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. പാത്ത് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടിയുടെ പാത്ത് ക്ലിയറായി. ഇനി ഇതിൽ കൂടെ പതുക്കെ വണ്ടികളും പുറത്തേക്ക് ഇറങ്ങും. ഇതിപ്പോൾ എൻട്രൻസ് ഫുള്ള് ക്ലിയർ ആയിട്ട് ഡാം ഐലൻഡിലേക്കുള്ള വണ്ടികൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ക്രൂയിസിലെ വണ്ടികൾ 1 by 1 ആയിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ഇവിടെ ഒരു അൽദാന പാർക്കുണ്ട്, അത് ലക്ഷ്യം വെച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അഭിനുണ്ട്, എല്ലാവരും തന്നെ ഉണ്ട് കേട്ടോ. ആരെയും വഴിക്കും മിസ് ചെയ്തിട്ടില്ല. നമുക്ക് എത്ര മിനിറ്റാ? 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. അപ്പോൾ ഇതാണ്ട് ഞങ്ങൾ അൽദാന പാർക്കിൽ വന്നു. ഞങ്ങൾ ചെറിയ ബ്രെഡ് ഓംപ്ലേറ്റും ചായയൊക്കെ ആയിട്ട് ചെറിയ പരിപാടി. അതുകൊണ്ട് അവിടെ ചായ ആവുന്നു. ഇതാ അഭിന് അവിടെ നിന്ന് ഉപ്പും സാധനങ്ങളൊക്കെ എടുക്കുന്നു. പൊന്നപ്പന് ഇതാണ്ട് സവാള അരിയുന്നു. ഇനിയിപ്പോൾ ബ്രെഡ് ഓംപ്ലേറ്റ് ആവും. അതുകൊണ്ട് ബ്രെഡ് ഓംപ്ലേറ്റിനുള്ള പരിപാടികൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. ഇതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മസാലകളും സാധനങ്ങളും. അപരാധമവനെ. ഇതാണ്ടേ പൊന്നപ്പൻ ഒരേ ഉള്ളേരിയയിലാണ്. ഇത് ഹൈടെക് ബോയ് ആണ്. ഹൈടെക് ബോയ് സങ്കടമുണ്ട്, പക്ഷെ അതിനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി. ഇതാട്ടോ നമ്മുടെ അൽദാന പാർക്ക്. ഇവിടെ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാനും ഇതിനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. ഇവിടെ അലൗഡാണ്, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടേക്ക് വന്നത്. ഗൈസ്, ഈ കാണുന്നതെല്ലാം നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനാണ്. അതിൻ്റെ ഹെവി വോൾട്ടേജ് ടവറുകളാണ്. ഈ ടവർ വരുന്നത് അബുദാബി സിറ്റിയിലേക്ക് വരുന്ന ടവറുകളാണ്. നമ്മുടെ മെയിൻ പവർ സ്റ്റേഷൻ അബുദാബിയുടെ ഇന്റർ ഏരിയയിലാണ്. അപ്പോൾ ആ കാണുന്ന ഒരു ട്രാക്ക് നമ്മുടെ എത്തിയാദ് റെയിലിന്റെ ട്രാക്കാണ്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. അതെ, കേരളയിലല്ല, നമ്മുടെ ഇവിടുത്തെ എത്തിയാദ് റെയിൽ. ഓക്കെ, സൗദി അബുദാബി റോഡിന് കേരളയിലെ പണി നടക്കുന്ന ഏരിയയാണത്. ഗൈസ്, ഇപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ഏരിയ ഒരു കടല് പോലെ നമുക്കത് തോന്നുന്നുണ്ട്. പക്ഷെ അത് കടലല്ല, ശരിക്കും മണലില് ആ വെയിലടിച്ചിട്ട് നമുക്ക് ഒരു തോന്നുന്ന ഒരു വ്യൂ ആണ്. നമ്മുടെ പൃഥ്വിരാജിന്റെ പടമില്ലേ, പൃഥ്വിരാജിന്റെ പടത്തിന്റെ പേരെന്തായിരുന്നു? ആടുജീവിതം. അതില് അവര് മരുഭൂമി കൂടെ പോണ സമയത്ത് വെള്ളം കാണുന്നു പറയുന്നില്ലേ, ആ ഒരു വ്യൂ ആണ്. ഇത് കണ്ടോ, അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. കണ്ടോ, അവിടെ ശരിക്കും പറഞ്ഞാൽ കടലിലാണെന്ന് നമുക്ക് വിചാരിക്കത്തുള്ളൂ. കടൽ പോലെ ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ അത് മരുഭൂമിയിൽ വെയിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. കണ്ടല്ലോ, 160 കിലോമീറ്റർ സ്പീഡ് റോഡ്. അപ്പോൾ ഈ റോഡിന് പ്രത്യേകം 160 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് 160 കിലോമീറ്റർ ആണ്. നമ്മുടെ ടൂറും പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്രോൾ പമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വ്ളോഗർ കൊടുക്കാൻ പൈസ പണിക്ക് നിർത്തിയിട്ടുണ്ട്. അതെ, നമ്മുടെ വ്ളോഗർ ശശിയെ പണിക്ക് നിർത്തിയിരിക്കുന്നു. വ്ളോഗർ ശശി നമ്മുടെ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. വ്ളോഗർ ശശി ഇവിടെ ശശി നന്നായിട്ട് ക്ലീൻ ചെയ്യൂ. വ്ളോഗർ ശശി നന്നായിട്ട് പണിയൊക്കെ എടുക്കുന്നു. പണി ഇപ്പോൾ പെട്രോൾ കാശിന് പകരം പുള്ളി പണി എടുത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ 100 ദിർഹത്തിന്റെ പെട്രോളിന്റെ പണി ഞാൻ എടുത്തിട്ടുണ്ട്.
വ്ളോഗർ ശശി നമ്മുടെ ഇന്ന പണിയൊക്കെ തീർത്ത് തിരിച്ചെത്തിയിരിക്കുന്നത്. വ്ളോഗർ ശശി 2 വാക്കുകൾ സംസാരിക്കും. ഇതാ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പമ്പിലെത്തി. പൈസ കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഗ്ലാസ് തുടച്ചു. ഗ്ലാസ് തുടച്ച് ക്ലീൻ ചെയ്തല്ലേ ഗ്ലാസ് എല്ലാം. അപ്പൊ 100 രൂപ നമുക്ക് ലാഭമായി അല്ലേ? ഓക്കെ, 100 രൂപ ലാഭമായി.